ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തീയലാണിത് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് 2-3 ഐറ്റംസ് മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ടിതാ ഒരു വലിയ വഴുതനങ്ങയാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, പിന്നെ ഒരു സവാള, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10-20 ചെറിയ ഉള്ളിയാണ്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറാവണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ചില പൊടികളൊക്കെയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ആ പുളിയുടെ വെള്ളമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പൊടി ഇട്ട് കൊടുത്തത്. ഇപ്പം ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ആ പാനിൻ്റെ ചൂടിലിരുന്ന് തന്നെ ഇത് ഒന്ന് മൂത്ത് കിട്ടും. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കറി തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ആ എണ്ണയിലൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരണം. അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം. ഒത്തിരി അങ്ങ് മൂത്ത് കൊണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് വഴന്ന് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വഴുതനങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഉള്ളിയായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ആ തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വഴുതനങ്ങയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം, തക്കാളിയുടെ വെള്ളം എല്ലാം മതി. അതിലിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വഴുതനങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ അരപ്പുള്ളതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നോക്കി അതൊന്ന് കലക്കിയതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി എന്ന് പറഞ്ഞാൽ അല്പം കുറുകിയിരിക്കുന്ന കറിയാണ് കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആയാലും ഇതിൽ ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് കുറുകി തന്നെ ഇരിക്കണം. എങ്കിലും കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കലക്കിയെടുക്കാം. ഇനി ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവാണെന്ന് തോന്നി. അങ്ങനെ ലേശം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് കുറുകി വരട്ടെ.
അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് പിടിച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.